മാതാനഗർ വേളാങ്കണ്ണി മാതാ ദേവാലയം ആശീർവദിച്ചു. കട്ടേക്കോട് ദേവാലയത്തിന്റെ ഉപയിടവകയായ മാതാനഗർ വേളാങ്കണ്ണി മാതാ ദേവാലയം അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് ആശീർവദിച്ചു. ഫാദർ നെൽസൺ തിരുനിലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇടവക വികാരി ഫാദർ ജോസഫ് അനിലും സഹവികാരി ഫാദർ ജോസഫ് ഷാജിയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വൈദികരും സന്യസ്തരും പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാ സൃഷ്ടികൾക്കും ആദികാരണനായ ദൈവമേ, അങ്ങെല്ലാ മനുഷ്യരെയും സവിശേഷമായി സ്നേഹിക്കുകയും പൈതൃകമായി സംരക്ഷിക്കുകയും പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവ്വം മോചിച്ച് സഭയുടെ ശിരസായ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നുവല്ലോ. ജ്ഞാനസ്നാന നീരുറവയിലേക്ക് പ്രവേശിക്കുന്ന പാപികൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അമർത്യരായി ഉയർത്തെഴുന്നേറ്റ് അവിടുത്തെ മൗലിക ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്ന് സ്വർഗീയ സമ്മാനത്തിന് അർഹരായി ഭവിക്കണമെന്ന് അങ്ങേ കാരുണ്യാതിരേകത്താൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഉണ്ടൻകോട് ഫൊറോന കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ന് നമ്മൾ ജീസസ് ഫ്രണ്ട്സ് അതോട് ലിറ്റിൽ വേ സംയുക്തമായിട്ട് നമ്മൾ 3 ദിവസത്തെ ക്യാമ്പ് പ്രഖ്യാപിക്കുകയാണ്. ഈ ക്യാമ്പ് പറയുമ്പോൾ ലിറ്റിൽ വേ എന്ന് പറയുമ്പോൾ അതിൻ്റെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെറുപ്പത്തിലെ മരിച്ച ഒരു വ്യക്തിയാണ്. 24 വയസ്സും
9 മാസം മാത്രമാണ് ജീവിച്ചത്. 1897 തന്നെ സെപ്റ്റംബർ 30 മരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ കന്യകാമറിയത്തോട് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. ട്യൂബർക്ലോസിസ് രോഗത്താൽ അറിയുമ്പോൾ ക്ഷയരോഗത്താൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ വേദനകൾ അനുഭവിച്ച് ആ സമയത്തിലും മാതാവിനോടും വിശുദ്ധ കുർബാനയോടും ഒത്തിരിയേറെ ഭക്തിയും വണക്കവും തീർച്ചനയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനാണെന്ന് അവൾ സമർപ്പിക്കുകയായിരുന്നു. ഒരിക്കലും വേദന പറഞ്ഞിട്ടില്ല. എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിനോടുള്ള സ്നേഹമാണ് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. ആ ബന്ധമാണ് ഒരു ധന്യമായ മുഹൂർത്തമായിട്ട് ആ സ്നേഹം എന്ന് പറഞ്ഞ കുദാശയോടെ അവൾ കടന്നു വന്നത്. ഉണ്ടൻകോട് ഫൊറോനയിലെ ദൈവവിളി കമ്മീഷന്റെയും ലിറ്റിൽ വേ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് മാസം 30 മുതൽ സെപ്റ്റംബർ 1 വരെ കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ ക്രമീകരിച്ചു. ഉണ്ടൻകോട് ഫൊറോനയിലെ ലിറ്റിൽ വേ അസോസിയേഷൻ ജോയിന്റ് കോർഡിനേറ്റർ ഫാദർ റെക്സൺ പിന്റോ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോണി കെ ലോറൻസ് സ്വാഗതം ആശംസിക്കുകയും ദൈവവിളി കമ്മീഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി റവറൻ ഡോക്ടർ സിറിൽ ഹാരിസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. യോഗത്തിൽ ലിറ്റിൽ വേ അസോസിയേഷൻ കോർഡിനേറ്റർ ഫാദർ ഇമ്മാനുവേൽ കോയൽ ആശംസകൾ അർപ്പിച്ചു. കുട്ടികളിൽ ദൈവഭക്തി വളർത്തിയെടുക്കുക, നല്ല നേതൃത്വ പരിശീലനം വളർത്തുക, വിശ്വാസ ജീവിതം നയിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലിറ്റിൽ വേ അസോസിയേഷന്റെ ജോണിച്ച് പറഞ്ഞതുപോലെ ഞാനൊരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ലിറ്റിൽ വേ അസോസിയേഷൻ എനിക്ക് വളരെയേറെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ വളരെ താല്പര്യമുള്ളൊരു ഗ്രൂപ്പാണ്. കാരണം കൊച്ചുകുട്ടികളുടെ നന്മയുടെ വിത്ത് വിതയ്ക്കുവാൻ ഏറ്റവും പാകമായ ഒരു പ്രവർത്തന മേഖല ലിറ്റിൽ വേ അസോസിയേഷനാണ്. കാരണം കൊച്ചു ത്രേസ്യ അത്രമാത്രം നല്ല ഒരു മാതൃകയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് കാണിക്കുക. ഒരുപക്ഷെ മാതാവിനെ പോലെ തന്നെ നന്മയിൽ വളരുവാൻ, എപ്പോഴും നന്മയിലായിരിക്കുവാൻ, എപ്പോഴും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സദാ തൽപരയും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കൊച്ചു വിശുദ്ധയാണ് വളരെ സ്നേഹം നിറഞ്ഞ നമ്മുടെ കൊച്ചു ത്രേസ്യ പുണ്യവതി. ലയോള സ്കൂളിന്റെ പുതിയ മന്ദിരം ആശീർവദിച്ചു. സർവശക്തനായ ദൈവമേ, ഈ സ്കൂൾ കെട്ടിടത്തിന്മേലും ഞങ്ങളുടെ മേലും തളിക്കുവാനുള്ള ഈ ജലം കനിഞ്ഞ് ആശീർവദിക്കണമേ. ഈ തീർത്ഥജലം ഞങ്ങളുടെ മേൽ തളിക്കുമ്പോൾ ഞങ്ങൾ ആത്മാവിനാൽ നവീകരിക്കപ്പെട്ടവരും അങ്ങേ അനുഗ്രഹത്തിന് ശക്തി പ്രാപിക്കുന്നവരും നവസൃഷ്ടികളുമായി രൂപാന്തരപ്പെടുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരണവാനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. വിദ്യാർത്ഥികളുടെ വിജ്ഞാന പോഷണത്തിനും പുരോഗതിക്കുമായി ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ വിദ്യാലയത്തെ ആശീർവദിക്കണമേ. ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അധ്യാപകരും ദൈവജ്ഞാനത്തിൽ പ്രബുദ്ധരായി ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുവാനും യോഗ്യയോഗ്യമായ അവിടുത്തെ അനുകരിക്കുവാനും എല്ലാ വിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ അങ്ങയെ ആരാധിക്കുവാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. മുകുന്ദറ ലയോള സ്കൂളിന്റെ പുതിയ മന്ദിരം അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവ് ആശീർവദിച്ചു. നെയ്യാറ്റിൻകര രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ് മുഖ്യാതിഥിയായിരുന്നു. ജനപ്രതിനിധികളും വൈദികരും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. റവറൻ ഫാദർ ടി ജെയിംസ് ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ ഇന്ന് വലിയ ഒരു സന്തോഷം ഉള്ളൊരു ദിവസമാണ്. നമ്മുടെ ഫാദർ ജെയിംസ് 50ാമത്തെ വർഷം ഗോൾഡൻ ജൂബിലി വർഷം, സ്വർണ്ണ ജൂബിലി ആയിട്ടാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്.
ഏത് ജോലിയിലോ ഏത് പ്രവർത്തനത്തിലോ 50 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ 29 വർഷം പ്രവർത്തിച്ചിട്ട് വിട്ടപ്പോൾ എനിക്കിപ്പോൾ കൂടി വിചാരിക്കാൻ സാധിക്കില്ല 21 വർഷം കൂടുതൽ എങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് മാത്രമല്ല, ഈ 50 വർഷത്തിൽ ലോകം എത്ര മാറിയിട്ടുണ്ട് വിചാരിച്ച് നോക്കിക്കോളൂ. ഫാദർ ജെയിംസിൻ്റെ ഓർഡിനേഷൻ സമയത്ത്, ഒരു പാരിഷ് പ്രീസ്റ്റ് ആവുന്ന സമയത്ത്, ആ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. രാജീവ് ഗാന്ധി ഒരു 18 വയസ്സിൻ്റെ ചെറുക്കനായിരുന്നു. സോണിയാഗാന്ധിയെ പരിചയപ്പെട്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ലോകത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും USSR പറഞ്ഞ സോവിയറ്റ് യൂണിയൻ രാജ്യത്തിനിടയിൽ കോൾഡ് വാർ ആയിരുന്നു. എപ്പോഴെങ്കിലും ഒരു ന്യൂക്ലിയർ യുദ്ധം വന്നിട്ട് നമ്മളെ ലോകത്തെ നശിപ്പിക്കാനുള്ള പേടിയില്ലായിരുന്നു ആ കാലത്ത്. അദ്ദേഹം ആരംഭിച്ച 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് ഈ 2 രാജ്യങ്ങൾ യുദ്ധത്തിൽ പോകാൻ തയ്യാറായിരുന്നതായിരുന്നു. ആ ഒരേ വർഷത്തിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം ചൈനയുടെ ഒരു വലിയൊരു യുദ്ധം നടത്തേണ്ടി വന്നു. അതിൽ നമ്മുടെ സ്ഥിതി കുറച്ച് മോശമായിരുന്നു. പക്ഷേ പല സ്ത്രീകൾ ആ കാര്യത്തിൽ അവർ പണ്ടങ്ങളും കൂടി അയച്ചിട്ട് വിറ്റിട്ട് നമ്മുടെ ജവാന്മാർക്ക്, നമ്മുടെ സോൾജേഴ്സ്, നമ്മളുടെ പട്ടാളക്കാർക്ക് സഹായം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോകം ഈ 50 വർഷം മുമ്പത്തെ ലോകത്തിലാണ് ഫാദർ ടി ജെയിംസ് ഞാറക്കാട്ട് ആദ്യം ഒരു പാരിഷ് പ്രീസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കണം. അദ്ദേഹം എന്തൊക്കെ കണ്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എത്ര പ്രധാനമന്ത്രിമാരുകൾ വന്നിട്ട് പോയിട്ടുണ്ട്, എത്ര വ്യത്യാസം. അദ്ദേഹത്തിൻ്റെ 50 വർഷവും തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയിലാണ്. പക്ഷെ എത്ര വ്യത്യാസങ്ങൾ ഈ 2 നഗരത്തിൽ കണ്ടിട്ടുണ്ട് ഈ 50 വർഷത്തിൽ. ലോകം മാറി, നമ്മുടെ രാജ്യം മാറി, പല വിധത്തിലും വ്യത്യാസങ്ങളും മാറ്റങ്ങളും വന്നു. പക്ഷേ ഈ 50 വർഷം നമ്മുടെ തിരുവേനി പറഞ്ഞ പോലെ ഒരു ത്യാഗപൂർണ്ണ ജീവിതത്തോട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ നാടുത്തെ നിവാസികൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. വൈദികനായി 50 വർഷങ്ങൾ പൂർത്തിയാകുന്ന ധന്യനിമിഷങ്ങളിലാണ് പാറശാല ഇടവക വികാരി ഫാദർ ടി ജെയിംസ്. പാലാരൂപതയിൽ പ്രവിത്താനം ഇടവകയിൽ അന്തിക്കാടിൽ പരേതരായ ശ്രീ തോമസിന്റെയും ഏലിക്കുട്ടിയുടെയും 5 മക്കളിൽ 3ാമനായാണ് ജെയിംസ് അച്ഛൻ ജനിച്ചത്. അഭിമന്യ വിൻസെന്റ് ഡെരേര പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ച ജെയിംസ് അച്ഛൻ കോട്ടൂർക്കോണം, ചെമ്പൂർ, അരുവിക്കര, പൂന്തുറ, കള്ളിക്കാട്, കീഴാറൂർ, മണ്ണൂർ എന്നീ ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചു. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചു നടന്ന കൃതജ്ഞതാ ബലിയിൽ തിരുവനന്തപുരം അതിരൂപതാ മെത്രാൻ ഡോക്ടർ സൂസപ്പാക്യം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊതുസമ്മേളനം അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു. അച്ഛൻ രചിച്ച ചിന്താരത്നങ്ങൾ എന്ന പുസ്തകം MP ഡോക്ടർ ശശി തരൂർ പ്രകാശനം ചെയ്തു. വൈദികരും സന്യസ്തരും ഉൾപ്പെടെ വലിയൊരു സമൂഹം പരിപാടിയിൽ പങ്കെടുത്തു. ജെയിംസ് അച്ഛൻ്റെ പൗരോഹിത്യത്തിൽ 50 വർഷം തികയുന്ന സന്ദർഭം ഞാൻ അച്ഛനുമായി ശ്രീ മാണി സാറിനെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചു. അച്ഛന് വേണ്ടി കൂടെ പോകുവാൻ, അച്ഛൻ ക്ഷണിക്കുമ്പോൾ കൂടെ നടക്കുവാൻ, അച്ഛനോടൊപ്പം ഒരു ഭാഗമായി തീരുവാനൊക്കെ കഴിയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായാണ് കാണുന്നത്. അത്ര കണ്ട് ഒരു സ്നേഹസമ്പന്നൻ 50 വർഷത്തെ പൗരോഹിത്യ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ ഈ ഇടവകയിൽ എത്തിയ ശേഷം അച്ഛൻ്റെ ഓരോ പ്രവൃത്തികളും, അച്ഛൻ്റെ ഓരോ ചലനങ്ങളും തന്നെ നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നവരാണ്. അച്ഛൻ വിളിച്ചെന്ത് പറഞ്ഞാലും കേൾക്കുന്ന കൊച്ചുകുട്ടികൾ, അച്ഛൻ പറഞ്ഞാൽ എന്ത് കേൾക്കുന്ന യുവാക്കൾ, അച്ഛൻ പറഞ്ഞ സ്നേഹത്തോട് ആദരവോടുകൂടി അച്ഛനെ അച്ഛാ എന്ന് വിളിച്ച് നടക്കുന്ന ആളുകൾ എല്ലാം ഈ ഇടവകയിൽ ഒരു വലിയ പ്രത്യേകത. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്ന അച്ഛൻ.